അല്ല, അള്ളാഹ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് സഭാഷണം എന്ന് പറയുമോ? അള്ളാഹ് എന്ന് പറയുന്ന പദത്തിന് അറബിയിൽ രണ്ട് രീതിയിലാണ് അർത്ഥം വരുന്നത്. ഒന്ന്, ലാത്തയുടെയും മനാത്തയുടെയും മുസയുടെയും വാപ്പയായ അള്ളാഹ് എന്ന് പേരുള്ള ഒരു ദേവൻ. അപ്പോ അതാരാ പറഞ്ഞത്? സഭാഷിന്റെ മകനാണ്. കിടന്ന് ബഹളം വെക്കല്ലേ, മുഹമ്മദിന്റെ വല്യുപ്പാപ്പ പറഞ്ഞതാ. എന്റെ അത് പറ്റത്തില്ലേ? മുഹമ്മദിന്റെ വല്യുപ്പാപ്പ മുത്തലിബ്, അതായത് ഖുറൈശികള്. തെളിവ് വേണോ ഇനി? മുഹമ്മദിന്റെ വല്യുപ്പാപ്പയായ മുത്തലിബ് അടക്കമുള്ള ഖുറൈശികളുടെ ബഹുദൈവ മതത്തിലെ ദേവനായ അള്ളാഹ് എന്ന് പറയുന്ന ആ ബഹുദൈവ മിഥ്യാമൂർത്തിക്ക് 3 പെമ്പിള്ളേർ മക്കളായിട്ടുണ്ടായിരുന്നു. ലാത്ത, മനാത്ത, ഉസ എന്നീ 3 പെമ്പിള്ളേരായിരുന്നു ഈ പറയുന്ന അള്ളാഹിന്റെ 3 പെമ്മക്കള്. അപ്പൊ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഒരു വേദഗ്രന്ഥത്തിലും അള്ളാഹ് എന്ന് പറയുന്ന ഒരു ഏകദൈവം ഉണ്ടെന്നോ അള്ളാഹ് ഏകദൈവമാണെന്നോ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. അതാണ് അള്ളാഹ് എന്ന് പറയുന്ന പദത്തിന് ഉള്ള ആദ്യത്തെ അർത്ഥം. ഇവിടെ ഈ യുക്തിവാദി ഉന്നയിച്ച ഈ വാദം ചരിത്രപരമായും ഭാഷാപരമായും അങ്ങേയറ്റം ബാലിശവും തെറ്റുമാണ്. അള്ളാഹ് എന്ന പദത്തിൻ്റെ പൊരുൾ ഭാഷാപരമായി അല്ലാഹു എന്നത് ഒരു വ്യക്തിനാമമല്ല, മറിച്ച് ഇലാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ അല്ലേ? ആരാധ്യൻ എന്ന പദത്തോട് അൽ ചേർത്തുകൊണ്ട്, അൽ എന്ന് നിശ്ചിത പ്രത്യായം ചേർത്തുകൊണ്ടാണ്, അതായത് അൽ ഇലാഹ്. അൽ ഇലാഹ് എന്നാൽ യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അർത്ഥം. ഉദാഹരണക്ക് ലോകത്ത് ഒറ്റേരം പ്രസിഡൻറ്റുമാരെ നമുക്ക് ഉണ്ടാകാം. എന്നാൽ ഒരു രാജ്യത്ത് ദ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തെ ഏക ഉന്നതാധികാരിയെ മാത്രമേ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അതുപോലെ അനേക ദൈവങ്ങൾ ആളുകൾ ആരാധിച്ചു ഉണ്ടായിരിക്കാം. എന്നാൽ ഒരാൾ അല്ലാഹ്, അതായത് ദ ഗോഡ് എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ചനാഥത്തെ മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും വിഗ്രഹത്തിൻ്റെ പേരിൽ നിന്ന് വന്നതല്ല എന്ന് പ്രത്യേകമായി മനസ്സിലാക്കണം. രണ്ടാമതയാൾ പറയുന്നൊരു വാദം ഇങ്ങനെയാണ്: ലാത്തയുടെയും മനാത്തയുടെയും അപ്പൻ എന്നുള്ളൊരു വാദം. എന്താണ് ലാത്തയുടെയും മനാത്തയുടെയും അപ്പൻ എന്ന് പറയാൻ കാരണം? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെ മുമ്പാണല്ലോ അറബികൾ അള്ളാഹുവിനെ പ്രപഞ്ചനാഥനായി അംഗീകരിച്ചിരുന്നു. എന്നാൽ അവർ വിഗ്രഹങ്ങളെ അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഇടയാളുകളാക്കി അവർ കണ്ടു. അത് ശിർക്കാണ്. ലാത്തയും മനാത്തയും അള്ളാഹുവിൻ്റെ പെൺമക്കളായി അവർ സങ്കല്പിച്ചത് അവരുടെ അന്ധവിശ്വാസമായിരുന്നു. ഒരു വ്യക്തിക്ക് 10 20 മക്കളുണ്ട് എന്ന് ഒരാൾ വാദിച്ചാൽ ആ വ്യക്തി ഇല്ലാതെയാകുമോ? ഒരിക്കലുമില്ലല്ലോ. ഇനി മക്കൾ ഉണ്ടെന്ന വാദം തെറ്റാണ് എന്ന് തെളിയിച്ചാൽ പോരെ? പരിശുദ്ധ ഖുർആൻ അതാണല്ലോ ചെയ്തത്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് ഇങ്ങനെയാണ്: അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് പറയുന്നവർക്ക് യാതൊരു അറിവുമില്ല, അവരുടെ പിതാക്കന്മാർക്കും അറിവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അവരുടെ വായകളിൽ നിന്ന് പുറപ്പെടുന്ന ആ വാക്ക് അതിഭയങ്കരം തന്നെ എന്ന് സൂറത്ത് കഹ്ഫിൽ നമുക്ക് നോക്കിയാൽ കാണാം. അറബികൾ കെട്ടിച്ചമർത്തിയ ഈ പെൺമക്കൾ എന്നുള്ള ഈ വാദം, ഈ സങ്കല്പത്തെ ഖുർആൻ പൂർണ്ണമായി വിരോധിച്ച് നമുക്ക് സൂറത്ത് ഇഖ്ലാസിൽ കാണാൻ സാധിക്കും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആരാണ് അല്ലാഹു? ഹുവല്ലാഹു അഹദ്, അവൻ ഒരുവനാണ് അല്ലേ? ലം യലിദ്, അവൻ പ്രസവിച്ചിട്ടില്ല, വലം യൂലദ്, അവനെ പ്രസവിക്കപ്പെട്ടിട്ടും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് വിഗ്രഹങ്ങളുടെ അപ്പനാണ് അള്ളാഹു എന്ന വാദം ഒരു കൊച്ചു കുട്ടിയുടെ യുക്തി പോലും ഇല്ലാത്ത ഒന്നാണ്. പിന്നെ പഴയ വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിൻ്റെ പേരില്ലായിരുന്നു എന്നുള്ളൊരു വാദം. അള്ളാഹു എന്ന നാമം പഴയ വേദഗ്രന്ഥങ്ങളിൽ ഇല്ല എന്നത് ശുദ്ധ അസംബന്ധമാണ്. സെമിറ്റിക് ഭാഷകളിലെല്ലാം ദൈവത്തെ വിളിക്കുന്നത് സമാനമായ പദങ്ങൾ കൊണ്ടാണ്. നോക്കൂ,
അറാമിക് അതായത് ഭാഷയാണ് ഈസാ നബിയുടെ ഭാഷ. ദൈവത്തെ വിളിച്ചത് എങ്ങനെയാണ്? ഏലാഹ് എന്നാണ് എന്നും. അതുപോലെ സിറിയയിലെ ക്രിസ്ത്യാനികൾ ബൈബിളിൽ ഇപ്പോഴും അവർ വിളിക്കുന്ന അത് അങ്ങനെ തന്നെയാണ്. ദൈവത്തെ അലാഹ് എന്നാണ് അവർ വിളിക്കുന്നത്. എബ്രാഹിം ഭാഷ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാഷയാണ്. എലോഹീം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം അള്ളാഹ് എന്ന പദത്തോട് അങ്ങേയറ്റം അടുത്തതാണ്. ഉദാഹരണക്ക് ഒരാൾ മലയാളത്തിൽ വെള്ളം എന്ന് പറയുന്നു, തമിഴിൽ തണ്ണി എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ വാട്ടർ എന്ന് പറയുന്നു. ഈ പറയുമ്പോൾ അവിടെ വസ്തു ഒരിക്കലും മാറുന്നില്ല, വസ്തു അത് തന്നെയാണല്ലോ. അതുപോലെ വിവിധ ഭാഷകളിൽ അതുപോലെ ഏക ഇലാഹ് ദൈവത്തെ വിളിച്ച പേരുകൾ ഒരേ പേരുകൾ പോലെ തന്നെയാണ്. പിന്നെ അറബിയിൽ അത് അള്ളാഹ് എന്ന് മാത്രമാണുള്ളത്. പിന്നെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞതാണ് എന്നുള്ളൊരു വാദം. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, നബി ജനിക്കുന്നതിന് മുമ്പാണല്ലോ നബിയുടെ ഉപ്പ ജനിച്ചത് അല്ലേ. അപ്പോൾ നബി തങ്ങളുടെ ഉപ്പയുടെ പേര് തന്നെ അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ്. നബി തങ്ങൾ ജനിക്കുന്നത് എത്രയോ മുമ്പാണല്ലോ ജനിച്ചത്. വിഗ്രഹങ്ങളുടെ അപ്പൻ എന്നല്ല, എന്ന നിലക്കല്ല അവിടെ അബ്ദുള്ള എന്ന് പേര് വെച്ചത്, മറിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പരമോന്നത ശക്തി എന്ന നിലക്കാണ്. നമുക്ക് അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിനെ കഅബയെ പൊളിക്കാൻ വേണ്ടി വന്നു അല്ലേ. അബ്രഹത്ത് സംഘം കഅബ പൊളിക്കാൻ വന്ന സമയത്ത് അബ്രഹത്തിനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വീടിന് ഒരു നാഥനുണ്ട്, ആ നാഥൻ ഈ വീടിനെ സംരക്ഷിക്കും എന്നാണ്. അവിടെയും അബ്ദുൽ മുത്തലിബ് ഉദ്ദേശിച്ച് വിഗ്രഹങ്ങളല്ല, അള്ളാഹുവിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് പറഞ്ഞത്. ഒരാൾ ഒരു സൂര്യനെ നോക്കിക്കൊണ്ട് എൻ്റെ വീടിൻ്റെ വിളക്കാണ്, എൻ്റെ വീടിൻ്റെ ബൾബാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ സൂര്യൻ ഒരിക്കലും ബൾബാകില്ല. അത് ആ പറഞ്ഞ ആളുടെ വിവരക്കേടാണ്. അതുപോലെ മക്കയിലെ അവിശ്വാസികൾ അള്ളാഹുവിനെ വിഗ്രഹങ്ങളുമാണ് ബന്ധിപ്പിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ കുറ്റമല്ല, മറിച്ച് ആ വിശ്വാസികളുടെ വിവരക്കേടാണ്. ആ വിവരക്കേടിൻ്റെ ഒരു അങ്ങേയറ്റത്തൊരവസ്ഥയാണ് അവർ ആ പറയുന്നത്. നോക്കൂ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് യുക്തിവാദി പറയുന്നത് പണ്ട് ആരോ അള്ളാഹുവിനെ വിഗ്രഹങ്ങളുടെ അപ്പൻ എന്ന് വിളിച്ചിരുന്നു എന്നത്. എന്നാൽ ഇസ്ലാം പറയുന്നത് അള്ളാഹുവിന് മക്കളില്ല എന്ന്, മക്കൾ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല എന്ന്. ഈ വ്യക്തമായ സത്യം നിലനിൽക്കെ അവിശ്വാസികൾ അല്ലേ, അവിശ്വാസികളുടെ പഴയ അന്ധവിശ്വാസം ഉദ്ധരിച്ച് അള്ളാഹുവിനെ തരം താഴ്ത്തുന്നത് നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ അൽ ഇലാഹ് എന്നാണ്, അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ് അള്ളാഹ് എന്ന പദം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വാദം കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും അബ്ദുൽ മുത്തലിബാണ് പേർ വെച്ചത്. അബ്ദുൽ മുത്തലിബ് തൻ്റെ മകന് തന്നെ അബ്ദുള്ള എന്ന് പേര് വെക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാകാമല്ലോ, യഥാർത്ഥത്തിൽ നബിത്തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എന്തുണ്ട്? അള്ളാഹുണ്ട്. അള്ളാഹുവിനോട് അവർ അംഗീകരിച്ചു. പിന്നെ ഈ ലാത്ത ഉസ്സ മനാത്തെ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ലാത്ത ഉസ്സ എന്ന് പറഞ്ഞാൽ അസീസ് എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ അസീസ് എന്ന നാമം ഈ ഉസ്സയിലേക്ക് നൽകുന്നുണ്ട്. ഇവരൊക്കെ ഈ നാമം എന്തിനാണ് അള്ളാഹുവിൻ്റെ നാമം? ഉദാഹരണക്ക് ഒരു പട്ടിക്കുട്ടിക്ക് ഒരു രാജകുമാരൻ എന്ന് ഒരാളൊരു പേര് വെച്ചു. രാജകുമാരൻ എന്ന് പേര് വെച്ചാൽ ആ പട്ടിക്കുട്ടി ഒരിക്കലും രാജകുമാരനാകുമോ? ഒരിക്കലും ആകൂലല്ലോ. പേര് വെച്ചവർക്ക് വിവരമില്ല എന്നല്ലാതെ മറ്റെന്താ പറയാൻ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സത്യമായി തന്നെ മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.